മൂലേകൽപദ്രവസ്യദ്രുതഗണേർഹം ചാരുനാസനസ്ഥം വാമാങ്കാരൂഢഗൗരീം നിബിഡകുജപരാഭോഗാഢോപകൂടം സർവാലങ്കാരകാന്തം വരപരശുമൃഗാഭീഷ്ടബാഹും ത്രിനേത്രം വന്ദേ ബാലേന്ദുമൗലിം ഗജവദനഗുഹാഭ്യാം ആശിഷ്ടപാർശ്യം തിങ്കളും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നിന്നാടുപാമ്പെ ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ കൃതിയിലെ വരികളാണ്. 13-ാം തീയതി തിങ്കളാഴ്ച ദിവസം, തിരുവാതിര നക്ഷത്രം. നിരവധി ക്ഷേത്രങ്ങളിൽ തിരുവാതിര ഊട്ട് നടക്കുന്നതായ ദിവസം. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാന്റെ തിരുനാളാണ്. തുടിക്കണം പോൽ കുളിക്കണം പോൽ എന്നൊക്കെ നമ്മൾ ഗീതികൾ കേട്ടതാണ്. അപ്പം ഭഗവാന്റെ പക്ക പിറന്നാളാണ് ഇന്ന്. എരുതരെ വരുന്നവർക്ക് തുരുതരെ വരം നൽകുന്നതായ ശബരിമല ശാസ്താവിൻ്റെ പിതാസ്ഥാനം പിതാവായ തലപ്പുഞ്ച മഹാദേവൻ കിഴക്കോട്ട് ദർശനമായിക്കൊണ്ട് പാർവതി ദേവിയെ സമേതനായിക്കൊണ്ട് തന്നെ ശാസ്താവ്, ഗണപതി, ഭദ്രകാളി, ശ്രീമുരുക സങ്കല്പങ്ങളോട് ഒരുമിച്ച് കൊണ്ട് തന്നെ സ്വയംഭൂ ആയി വിരാജിക്കുന്നതായ ക്ഷേത്രം. അപ്പം നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതായ ഒന്ന്. കഴിഞ്ഞ ദിവസം ഒരു മിടുക്കൻ പയ്യൻ തൊഴുവാൻ വന്നു. ആ മിടുക്കൻ പയ്യൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് നമ്മളിൽ തന്നെയാണ് ഉത്തരം, നമ്മൾ തന്നെയാണ് ഈശ്വരൻ, നമ്മളിൽ തന്നെയാണ് എല്ലാ ചൈതന്യവും നിലനിൽക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കണം. അതെന്താ അവിടെ എന്താ അവിടെ എന്ന് ചോദിച്ചു. അവിടെ ഇപ്പോൾ പുറകുവശത്ത് വിളക്ക് കത്തിച്ചിട്ട് അവിടെ പോയിന്ന് പാർവതി പരമേശ്വരൻ്റെ ഫോട്ടോ ഉണ്ട്. ഇത് പാർവതി ദേവി എന്താ ഇവിടെ? ഇതെന്താ വിളക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും രണ്ടു വശത്തേക്കും തിരി കത്തിച്ചിരിക്കുന്നു? ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ചോദിച്ചതാണ്. വളരെ രസകരമായിട്ട് തിരിയാണ്. അപ്പം ഈ ഒരൊറ്റ ചെറിയ ഒരു ചെരാത് പോലെ ഒന്നിലല്ല കത്തിക്കുന്നത്, കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിടുക എന്നർത്ഥം. അപ്പോൾ മുക്കാലടം എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുമ്പോൾ വിളക്കെണ്ണ ഉണ്ടെങ്കിൽ കാട്ടിക്കളയുക. വളരെ കുറച്ച് വ്യത്യാസമുള്ളൂ രണ്ടും തമ്മിൽ വിലക്ക്. അപ്പം നല്ലെണ്ണ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് കത്തിക്കുമ്പോൾ മോനെ, അപ്പോൾ അത് കിഴക്കോട്ട് അങ്ങോട്ട് കത്തിക്കുന്നത് ഭഗവാന് ചൈതന്യവും ഇങ്ങോട്ട് കത്തിക്കുന്നത് നമുക്ക് ചൈതന്യവും. അപ്പം ഭഗവാന് മാത്രം ചൈതന്യം കിട്ടിയാൽ പോരാ, നമുക്കും ചൈതന്യം കിട്ടണം. അതുപോലെ തന്നെ ആ കുട്ടി വളരെ രസകരമായ രീതിയിൽ നമഃശിവായ ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ചു. ഇതെന്താ മുകളിൽ നല്ല ഭംഗിയുണ്ടല്ലോ മുകളിൽ. അത് മഹാദേവ ക്ഷേത്രങ്ങളിലെ 3-ാമത്തെ പ്രദക്ഷിണത്തിന് തൊഴുത് സമർപ്പിക്കുമ്പോൾ അവിടെ ഗംഗയുടെ പ്രവാഹവും അതുപോലെ കൈലാസത്തിലേക്കുള്ള ഋഷിവര്യന്മാരുടെ പ്രവാഹവും എന്നുള്ളത് അത് മുറിയരുത് മോനെ. അവിടെ നിന്ന് മുകളിലേക്ക് തൊഴുതു എന്നാൽ അത് ക്ഷേത്രസങ്കല്പമായ ശരീര സങ്കല്പമായ മഹാദേവൻ്റെ തന്നെ കിരീടത്തിൻ്റെ സ്ഥാനമാണ്. അത് മുകളിൽ 3 തട്ടുകളായിക്കൊണ്ടുള്ളതായ താഴേക്കുടം എന്ന് പറയും. അവിടെ കണ്ട് തൊഴണം എന്ന് പറഞ്ഞു. തിരിച്ച് പ്രദർശനം വെച്ചു. ഇവിടെ എന്താ തിരുമേനി ഇങ്ങനെ? ഇവിടെ ഇത് മണ്ഡപമാണ്, ഹൃദയസ്ഥാനം, ഭഗവാന്റെ ഹൃദയസ്ഥാനം. അവിടെ ഇതിനെയും അലങ്കരിക്കുന്നതായ കിരീടസ്ഥാനത്തുള്ളതായ ഒരു താഴേക്കുടവും. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയണം. ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉത്തരമെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ ഉത്തരം നൽകുള്ളൂ. അപ്പം ഭാഗവതാദി പുരാണങ്ങൾ, ശിവപുരാണങ്ങൾ, ദേവീ മഹാത്മ്യം അടക്കം ഏത് രീതിയിലുള്ള എന്തെടുത്താലും എല്ലാം സംവാദമാണ് എന്നർത്ഥം. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സമ്മതിക്കുമ്പോൾ മാത്രമേ നമ്മളിലുള്ളതായ ചില അറിവുകേടുകൾ പകർന്ന് നൽകുന്നത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് നല്ല അറിവുകൾ പകരാൻ സാധിക്കുന്നു. അപ്പം നിരവധി സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന മാനിച്ച ഒരു കണക്കും പറയാൻ NSS, SNDP, KVS എന്ന യോഗക്ഷേമ സഭ, മുസ്ലിം സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടനകളടക്കം നമ്മൾ പോയി പ്രഭാഷണം പറയുമ്പോൾ അവിടെ ജാതി, മത, വർഗ, രാഷ്ട്രീയ ഭേദങ്ങളൊന്നും നമ്മളുടെ സംഭാഷണത്തിൽ ബാധിക്കാതിരിക്കുന്നതിൽ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം തന്നെ വേണമെന്നർത്ഥം. അപ്പം എന്താണ് എന്ന് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പലയിടത്തും പലതും നടന്നോട്ടെ, പല വിവാദങ്ങളും ഉണ്ടായിക്കോട്ടെ, പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടോട്ടെ, ഇതൊന്നും നമ്മളെ ബാധിക്കേണ്ട എന്നർത്ഥം. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോകേണ്ട എന്നർത്ഥം. എന്തിനാ നമ്മൾ മറ്റൊരു ജീവനക്കാരനെ കുറ്റം പറയുന്നു? ആ ജീവനക്കാരല്ലേ എന്നെ കുറ്റം പറയുന്നു എന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്നു? നമ്മൾ ധാരാളം ശിഷ്യന്മാരുണ്ട്. എൻ്റെ വളരെ അടുത്ത കുട്ടൻ എന്ന് വിളിക്കുന്ന ആ ശിഷ്യൻ ഇന്ന് വരെ ഒരാളുടെ കുറ്റം പറഞ്ഞിട്ടില്ല. ലോകത്തെ നെറുകയിൽ വിരാജിക്കുന്നതായ ലോകത്തിൻ്റെ സംഗീതത്തിൻ്റെ തലതൊട്ടപ്പനായിക്കൊണ്ട് സകലവിധ കുട്ടികളെയും പലരും നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ഉൾക്കൊള്ളാൻ കഴിയാത്തതായ എൻ്റെ വൈഫിൻ്റെ കൊച്ചച്ഛൻ ചന്ദ്രമല നാരായണൻ നമ്പൂരി തുറന്ന് സംസാരിക്കുകയാണ്. ലോകത്തിൽ ഇന്നുവരെയും
ഒരാളുടെ കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പം കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകുമെങ്കിൽ ഒരു വിരൽ ഒരാളിലേക്ക് ചൂണ്ടുമ്പോൾ ബാക്കി എൻ്റെ ഹൃദയത്തിലേക്കാണ് ബാക്കി 3 വിരലും വരുന്നത്, 4 വിരൽ ചൂണ്ടുമ്പോൾ. അപ്പം ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ തന്നെ ഒന്ന് ഓർക്കുക, ബാക്കി 3 വിരലും അവനവൻ്റെ ഹൃദയത്തിലേക്കാണ് വരുന്നത്. അപ്പം തമാശയിലൂടെ ആണെങ്കിൽ പോലും ചില ആചാര്യന്മാരടക്കം പലർക്കും, എൻ്റെ അടുത്ത ബന്ധുക്കളടക്കം ചുമ്മാ ബാക്കിയുള്ളവരെ കളിയാക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യും. അപ്പോൾ ഒരാളുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും പാപകർമ്മങ്ങൾ പണ്ടൊരു അട്ടയുടെ കഥ ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഒരാളുടെ കുറ്റം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പാപം എന്നിലേക്ക് വരിക, അയാളുടെ പാപമാകുന്ന അട്ട ഞാൻ തിന്നുക, 1000 അട്ട ബാക്കി എണ്ണിൽ 1000 അട്ട, അയാൾക്ക് മോക്ഷം കിട്ടും, ഞാൻ പാപകർമ്മം അനുഭവിക്കാനായിക്കൊണ്ട് എവിടെ നരകത്തിൽ പതിക്കേണ്ടി വരും. ലോകത്തിലെ എവിടെ ചെന്നാലും നമുക്കറിയാം, എവിടെയല്ല ഇത് കാപിലത്തിൽ പ്രത്യേകം കുഞ്ഞ് ഭഗവാനായിട്ട് ജനിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഉപദേശിക്കുന്നുണ്ട് കാപിലത്തിൽ ഭാഗവതത്തിൽ. അത്രൈവ നരക സ്വർഗ ഇതി മാതാ പ്രചക്ഷത. നരകവും സ്വർഗവും എല്ലാം ഇവിടെ തന്നെയാണ്. എന്നാൽ ബാക്കിയുള്ളതോ കൈലാസവും ഇവിടെ തന്നെയാണ്, വൈകുണ്ഠവും ഇവിടെ തന്നെയാണ്. എവിടെയാണോ ആമയങ്ങളില്ലാതെ, എവിടെയാണോ മനസ്സെന്ന ആവരണം പോയി ബുദ്ധി ഉണർന്ന്, എവിടെയാണോ നമ്മുടെ ബുദ്ധിയെ പിടിച്ചു നിർത്തുന്നതായ, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തതായ, എത്ര മണിക്കൂർ ഇരുന്നാലും നമ്മളൊക്കെ ആനന്ദം അനുഭവിക്കുന്നതായ സങ്കേതം, ആ സങ്കേതവും ഈശ്വരനാണ് എന്നർത്ഥം. അപ്പം അങ്ങനെയുള്ള സത്സംഗങ്ങൾ, അങ്ങനെയുള്ള സങ്കേതങ്ങൾ കണ്ടെത്തുക, ഭാഗവതാദി പുരാണങ്ങളുടെ മുന്നിൽ ചെല്ലുക, ഭജനാ സംഘങ്ങളിൽ ഒരുമിച്ച് പാട്ടുപാടുക. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ പരിചയപ്പെട്ടതാണ്, ഒരാഴ്ച മുമ്പ്. ആ കുട്ടി ഇന്നു വരെ ഒരു സിനിമാ പാട്ടും പാടിയിട്ടില്ല. അയ്യപ്പ സ്തുതികൾ, നഴ്സറി പ്രായമുള്ളൂ, അറിയാൻ പാടില്ലാത്ത അയ്യപ്പ സ്തുതികൾ ആ കുട്ടിക്കില്ല. അപ്പം ഈ ജന്മത്തിൽ നിന്ന് കിട്ടിയില്ല, പൂർവ്വജന്മ സുഹൃതം ആ കുടുംബത്തിനും കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പൂർവ്വജന്മം ശാസ്താവിൻ്റെ പൂജകനായിരുന്നു, അല്ലെങ്കിൽ തന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ ഉപാസകയായിരുന്നു, അല്ലെങ്കിൽ ഒരു സന്യാസി വരിയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സഞ്ചിതമായ എന്തെങ്കിലും ചെറിയ പാപകർമ്മങ്ങളും ഭൂമിയിൽ പതിക്കേണ്ടി വന്നു. ആ കുട്ടിയും ഇപ്പോഴും എപ്പോൾ കണ്ടാലും ദൂരേന്ന് കാണുമ്പോഴും സ്വാമിയെ എന്ന് പറഞ്ഞു കൊടുക്കും. എന്ത് ചൈതന്യമാണ് ആ കുട്ടിക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കടക്കം ഓരോരുത്തർക്കും കണ്ണ് കിട്ടാതിരിക്കട്ടെ എന്നർത്ഥം. കൊച്ചുകുട്ടികളെ പുറത്തേക്ക് പോകുമ്പോൾ പ്രത്യേകം ഓർമ്മിക്കുന്നു, 3 വയസ്സ് വരെ കറുത്ത പൊട്ട് ഇവിടെയുള്ളതായ ഇപ്പോഴത്തെ ഭാഷയിൽ ബ്യൂട്ടി ഫോഴ്സർക്കും തൊടിയിക്കുക എന്നർത്ഥം. അപ്പോൾ ബാഹ്യമായ സൗന്ദര്യമല്ല ഈശ്വരൻ ചിന്തിക്കുന്നത്, ആന്തരികമായ സൗന്ദര്യമാണ്. ആചാര്യന്മാരടക്കം അതുപോലെ തന്നെ സാമുദായിക സംഘടനകളുടെ തലയിൽ തൊട്ടപ്പത്ത് ഇരിക്കുന്നവർക്കും ചില സമയത്ത് അവരുടെ ബുദ്ധിഭ്രമം കൊണ്ടോ ബുദ്ധിമോശം കൊണ്ടോ ചില വിവാദങ്ങളുണ്ടായെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് അയാളുടെ പേഴ്സണൽ മാത്രമാണ്, അത് സമുദായത്തെ ബാധിക്കരുത്. അത് അയാളുടെ പേഴ്സണൽ അഭിപ്രായം മാത്രം മാറ്റുക. ഞാൻ ചിലപ്പോൾ പറയുന്നത് തെറ്റ് വരും, പക്ഷേ അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രം മാറ്റുക. ഒരു സമുദായത്തിനെ മൊത്തം അത് ബാധിക്കാൻ പാടില്ല എന്നർത്ഥം. കള്ളനെ കള അറിയാവൂ, ഉള്ളുകൊണ്ടു ചിരിച്ചാൻ ഇവർക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. എന്ത് കട്ടു? വെണ്ണയിലൂടെ ഓരോ സംഭവങ്ങൾ കക്കുന്നതിലൂടെ സകലവിധ ആൾക്കാരുടെയും ശരീരത്തിൻ്റെ ദോഷങ്ങൾ, ശരീരത്തിൻ്റെ എല്ലാം അടക്കം പാപകർമ്മങ്ങൾ അദ്ദേഹം കക്കുകയാണ് ചെയ്തത്. തിരുവർക്ക എന്ന് പറയുന്നതായ ഒരു ഗുജ എന്ന് പറയുന്നതായ ശരീരം മുഴുവനും ആൾക്കാർ കണ്ടാൽ പോലും അടയ്ക്കുന്ന സ്വരൂപത്തിലായ ഒരു കുബ്ജയെ ഒരു ടച്ച് കൊണ്ട്, ഒരു സ്പർശനം കൊണ്ട് അതീവ സുന്ദരിയായിക്കെങ്കിൽ ആ ഒരു ഷാള് കൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു വലിച്ചപ്പോൾ അപ്പോൾ സമൂഹത്തിന് മുന്നിൽ വെച്ച് പറയുകയും ചെയ്തു, നിൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിക്കാൻ ഞാൻ ഒരു ദിവസം നിൻ്റെ വീട്ടിലേക്ക് വരാം എന്ന് കുബ്ജയോട് ശ്രീകൃഷ്ണൻ പറഞ്ഞെങ്കിൽ, അപ്പോൾ സകലവിധ ദൈവങ്ങളും സകലവിധ ചൈതന്യങ്ങളും സകലവിധ ജലവും ഈശ്വരൻ തന്നെയാണ്. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശം ഉച്ചല സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണു മയം ജഗൽ. വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപനശീലത്വമാണ്. അവിടെ ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമിയും കൂടെ കംസൻ്റെ അടുത്തേക്ക് പോയപ്പോൾ കൊല്ലാനാണോ എന്ന് പറഞ്ഞു കൊണ്ടുപോയപ്പോൾ ഒരു അക്രൂരനടക്കം അവർക്കും ഭക്തന്മാർക്ക് ചെറിയ സംശയമുണ്ട്, ഈ പിള്ളേരെ അവർ അദ്ദേഹം കൊല്ലൂ എന്നൊക്കെ വിചാരിച്ചു. അവിടെ ജലത്തിലിറങ്ങി മുങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ പൂർണ്ണത്രയീശ്വരനായിക്കൊണ്ട് പത്മനാഭസ്വാമിയൊക്കെ ജലത്തിൻ്റെ അടിയിൽ അക്രൂരനടക്കം ദർശനം നൽകി തല പൊക്കി നോക്കിയപ്പോൾ അവിടെ ഭഗവാൻ, ഇവിടെയും ഭഗവാൻ. അപ്പോൾ അവിടെ സകലവിധ സംശയങ്ങളും തീർന്നു യഥാർത്ഥം. ഇത് ലോകേശ്വരന്മാരാണ് എന്ന് അക്രൂരന് മനസ്സിലാക്കിയെങ്കിൽ, അല്ലെങ്കിൽ ഉദ്ധ്വാദികൾക്ക് മനസ്സിലാക്കി കൊടുത്തെങ്കിൽ അവിടെ ധൈര്യത്തോടുകൂടി തന്നെ ധൈര്യമായിട്ട് ചെന്നു തട്ടി, അമ്മാവനെ തട്ടി എന്നർത്ഥം.
ബന്ധുത്വം അവിടെ ഇല്ല. അവിടെ ദുഷ്ടതയെ നിഗ്രഹിച്ചതായ ശ്രീകൃഷ്ണ ഭഗവാൻ നിഗ്രഹമല്ല, അവിടെ മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേഷം കെട്ടായിക്കോട്ടെ, തന്നെ പോലെ ഇഞ്ഞവന്നു അരുളി കാരുണ്യവാരാംനിധി, തന്നെ പോലെ വേഷം കെട്ടിയതായ ആ പൗണ്ഡ്രക വാസുദേവനും മോക്ഷം നൽകിയെങ്കിൽ അപ്പോൾ ഈശ്വരന്മാരെ യാതൊരു കാരണവശാലും അനുകരിക്കരുത്, അനുസരിക്കുക, അവരുടെ വാക്കുകൾ അനുസരിക്കുക. അങ്ങനെ അനുസരിക്കുമ്പോൾ ഞാൻ തന്നെ ഈശ്വരനായിട്ട് തീരും, കേൾക്കുന്ന ഓരോരുത്തരും ഈശ്വരനോ ഈശ്വരിയായിട്ട് തീരും എന്ന് ഓർമ്മിപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.